എടേ, ഞാൻ തോട്ടത്തിൽ പോവാട്ടോ. വൈകിട്ട് വരത്തില്ലേ, എന്നെ നോക്കണ്ട. കഴിച്ചിട്ട് കഥ അടച്ച് കിടന്നു. വിളവെടുക്കാറായിട്ട് കിടക്കുന്ന സമയം. എല്ലാം കള്ള കൂട്ടങ്ങളാ. കാട്ടുപന്നിയും പന്നിയൊക്കെ എങ്ങനെ സഹിക്കാം? നാട്ടുകാർ തെണ്ടികളുണ്ട്. കണ്ണ് തെറ്റി അടിച്ചുകൊണ്ട് വന്ന കൂട്ടങ്ങളാ. എൻ്റെ 6-7 മാസത്തെ കഷ്ടപ്പാടാ. ഇത്തവണ ഇതൊന്ന് വിളവെടുത്തോട്ടെ, പിന്നെ ഞാനാ. എന്തുവാടി അവന്റെ കൃഷി? ഞാൻ ചോദിച്ചിട്ട് പോലും പറഞ്ഞില്ലല്ലോ എന്റെ അടുത്ത് പോലും പറഞ്ഞില്ല, പിന്നല്ലേ നിങ്ങളുടെ അടുത്ത്. പക്ഷെ ഒന്നുണ്ടമ്മേ, അങ്ങേരുടെ ആത്മവിശ്വാസം ആ നിശ്ചയദാർഢ്യം കണ്ട ഇത്തവണത്തെ കർഷകശ്രീ നമ്മുടെ ഷോക്കേസ് ഇരിക്കും. അതെന്തുവാടി അങ്ങനെ? അങ്ങനത്തെ ഒരു വിളയമ്മ ഇത്തവണ ഇട്ടേക്കുന്നേ. അങ്ങേരെ തേടി സർക്കാർ ഉദ്യോഗസ്ഥർ ഈ വീട് കേറി ഇറങ്ങും. ഈ നാട് അങ്ങേരുടെ പേരിൽ അറിയപ്പെടാൻ പോകും അമ്മേ. ചേച്ചി, അവിടെ തോട്ടത്തില് എന്തോടെ തോട്ടത്തിൽ പറ്റിയേ? എന്തോ പറ ചേച്ചി. തോട്ടത്തിൽ മൊത്തം പോലീസുകാരെ, എക്സൈസുകാരെ അണ്ണനെ കൊണ്ടുപോയി. അണ്ണൻ 2.5 ഏക്കർ പാടത്തിന് കൃഷി എടുത്തത് മൊത്തം കഞ്ചാവാ. TV മൊത്തം നമ്മുടെ തോട്ടത്തിന്റെ വീഡിയോസാ. അണ്ണനെ പറ്റിയുള്ള ന്യൂസും അവിടെ പറയുന്നത്. കഞ്ചാവോ? എന്റെ അമ്മച്ചേ, എന്തുവാടി ആവുമെന്ന് പറഞ്ഞേ? അമ്മ അങ്ങേര് 2.5 ഏക്കർ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്തോണ്ടിരുന്ന കഞ്ചാവാ അമ്മേ. എക്സൈസുകാർ അങ്ങേരെ പൊക്കിക്കൊണ്ട് പോയി. ഈ നാട് അവന്റെ പേരിൽ അറിയപ്പെടുന്നു നീ പറഞ്ഞപ്പോഴേ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ